ഹലോ ഗായ്സ്, പെരുന്നാൾക്ക് എവിടെ പോകണമെന്ന് ഞാൻ ചിന്തയിരിക്കുമ്പോഴാണ് ജസ്റ്റ് മൂന്നാറിലൊന്ന് പോയിട്ട് വന്നാലെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ വണ്ടി എടുത്തിറങ്ങി. ആക്സസ് എടുത്തിറങ്ങി നട്ടപ്പാതിരാത്രി പെരുന്നാളിൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ രാത്രിയിൽ ഇറങ്ങി. ഏകദേശം 1:30 മണിയാകുമ്പോൾ വീട്ടിൽ ഇറങ്ങി. യാത്ര തിരിച്ച് മുന്നോട്ട് ഇങ്ങനെ പോയി. അതിമനോഹരമായിട്ടുള്ള റോഡുകളും വളരെ ഒഴിഞ്ഞ സ്ഥലവുമാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിരുന്നില്ല. രാത്രിയത്തെ പകൽ നേരം വെളുത്തതിന് ശേഷം ഏകദേശം മൂന്നാറിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഒരു 112 കിലോമീറ്ററൊക്കെ ബാക്കി ഉണ്ടാവുന്ന സമയത്തായിരുന്നു കൂടുതൽ വീഡിയോസുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്ന പോകുന്ന വഴികളൊക്കെയാണ്. എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് മൂന്നാറിൽ പോകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വഴികളൊക്കെ. ബൈക്കിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വഴികളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ അങ്ങനെ കുറേ വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കാറുണ്ട്. കൂടുതലും പോകുന്ന വഴികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മുന്നോട്ട് പോവുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അതിന് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വഴികളാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഒരു സംശയമുള്ളതാണ് എന്ത് ഈ വഴിയിലൂടെ പോകുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ, ബൈക്കായിട്ടൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളൊരു എല്ലാവർക്കുള്ള സംശയമാണ്. ഏത് ബൈക്കായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ബൈക്കായിട്ടും സ്കൂട്ടിയായിട്ടൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള റോഡോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ നല്ല വൈബ് അടിച്ചുകൊണ്ട് തന്നെ യാത്ര തിരിച്ചു. ഏതൊക്കെ അങ്ങാടികളിലൂടെയൊക്കെ പോകുന്നുണ്ട്, സ്ഥലങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്ഥലപ്പേരുകളൊന്നും പറയുന്നില്ല. എവിടെയും ഒരു വീഡിയോ കണ്ടിട്ടോ ഒന്നല്ല പോകുന്നത്. സ്വന്തമായിട്ട് വണ്ടി ഇടുന്ന സമയമാണ് കേട്ടോ. ഏകദേശം ഒരു 6:30-7 മണിൻ്റെ ആ ഒരു ടൈമാണിത്. ഏകദേശം സൂര്യനൊക്കെ ഉദിച്ച് വേരലൊടുങ്ങിയിട്ടുണ്ട്. നേരെ ഇങ്ങനെ വെളുത്ത് തുടിച്ച് വരുന്നുണ്ട്. അത്യാവശ്യം ഓടാനുണ്ട് കേട്ടോ. എൻ്റെ അവിടെ നിന്ന് ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. മലപ്പുറത്ത് തിരൂരിൽ നിന്നാണ് വരുന്നത്. ഏകദേശം അവിടെ നിന്ന് 215 കിലോമീറ്ററോളം ഓടിയിട്ടാണ് മൂന്നാറിലെത്തിയത്. ഈ ഒരു തണുപ്പുണ്ട്, പക്ഷെ നല്ലൊരു നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വൈബാണ്. ഭയങ്കര സമാധാനമായിട്ട് കൂടുതൽ വണ്ടികളൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് പോകുന്ന യാത്ര. കൂടുതൽ ആളുകൾക്കുള്ള സംശയമാണ് വഴികളൊക്കെ എങ്ങനെ ഉണ്ടാവും, ഭയങ്കര റിസ്ക്കുള്ള വഴികളാണോ, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് കൂടുതൽ ഞാൻ പോകുന്ന വഴികൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി വ്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട്. ഏകദേശം മലനിരകളൊക്കെ കാണുന്ന രൂപത്തിൽ നല്ല അടിപൊളി വൈബ് നിറഞ്ഞ
ഒരു പ്ലേസിലോട്ട് എത്തിയിട്ടിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ റൂട്ടുകളൊക്കെ അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവിങ്ങിൽ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റി എന്നുള്ളതിലാണ് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്. നല്ല അതിമനോഹരമായിട്ടുള്ളൊരു ഓവർ ബ്രിഡ്ജ്. ഒരു ഓവർ ബ്രിഡ്ജ് ഏത് സ്ഥലമെന്ന് എനിക്കറിയത്തൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ലൊക്കേഷനോ കാര്യങ്ങളോ എവിടെ ഏത് സ്ഥലം എന്നൊന്നും നോക്കാണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സ്ഥലങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. എന്നിരുന്നാലും പോകുന്ന വഴികളൊക്കെ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ മനോഹരമായിട്ട് കാണിക്കുക എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റോഡ് സൈഡിലൊക്കെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ വികസനങ്ങൾ വരുന്നുണ്ട്. റോഡ് വീതി കൂട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയായിരിക്കാം. കൂടുതലും സ്ഥലങ്ങളിൽ റോഡരികിൽ വലിയ ബുദ്ധിമുട്ടോ വാഹനക്കാർക്ക് പോകുന്ന യാത്രക്കാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ തന്നെ റോഡ് സൈഡിലൊക്കെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ ജാക്കറ്റ് എന്തായാലും ഉണ്ടാവണം. തണുപ്പുണ്ടാവും. ജാക്കറ്റ് ചൂടുകാലത്താണ് ഞാനീ പോകുന്നത്. ചൂടുകാലത്തായിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പടിക്കുന്നുണ്ട്. അപ്പോൾ ജാക്കറ്റ് നിർബന്ധമായിട്ടും എടുക്കുക. മാസ്ക് എടുക്കുക. പൊടികളൊക്കെ എന്തായാലും ചില റൂട്ടുകളിൽ അത്യാവശ്യത്തിലേറെ പൊടികൾ നന്നായിട്ടുണ്ട്. അപ്പോൾ മാസ്കും ധരിക്കേണ്ടത് നല്ലത്. പൊടി കയറാതിരിക്കാൻ കണ്ണടം കൂടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഈ കാട്ടിലൂടെയുള്ള യാത്ര ഭയങ്കര രസകരമായിട്ടുള്ള യാത്രയാണ് കേട്ടോ. അടിപൊളി വൈബും മനസ്സ് നല്ല തൃപ്തിയും സുഖകരവുമായിട്ടുള്ള യാത്ര തന്നെയാണ്. അത് ആസ്വദിച്ചാൽ ഇങ്ങനെ പറഞ്ഞറിയിക്കാനൊന്നും പറ്റത്തില്ല. ആസ്വദിച്ചറിയാൻ തന്നെ വേണം. ബൈക്കിട്ട് വരുന്നവരോ സ്കൂട്ടിയായിട്ട് വരുന്നവരൊന്നും യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതൊന്നുമില്ല. പക്ക സേഫ് റൂട്ട് തന്നെയാണ്. മാക്സിമം കാട്ടിലോട്ടൊക്കെ കയറുന്ന സമയത്ത് പകൽ കയറാണ്ടെങ്കിൽ രാവിലെ ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറുന്നത്. അപ്പോൾ വലിയ കാടുകളൊന്നുമല്ല, വലിയ ബുദ്ധിമുട്ടുള്ള കാടൊന്നുമല്ല. എന്നിരുന്നാലും പകൽ കയറുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. കാരണം ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ അങ്ങനെ മുന്നോട്ട് കുതിക്കുന്നു. സൂര്യൻ ഉദിച്ചുയരുന്നു. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും മുന്നോട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇടങ്ങളിലൊക്കെയാണ് നിർത്തിയിട്ട് കുറച്ച് നേരം കൈയും കാലൊക്കെ ഒന്ന് നിവർത്തിയിട്ടൊക്കെയാണ് പോകുന്നത്. സ്ട്രൈറ്റായിട്ട് ഓടിക്കുന്നില്ല. അത്യാവശ്യം ഓടാനുണ്ടായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നല്ല സ്ഥലങ്ങളിൽ നിർത്തി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിർത്തി 2 ചായയൊക്കെ കുടിച്ച് വന്നു നല്ല മൂടൊക്കെ എടുത്തി അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്.
എന്ത് ഭംഗിയാണ് മലകളൊക്കെ കാണാൻ. പക്ഷെ ഞാനിവിടെ തണുത്ത് വിറച്ച് മരിക്കാറായിട്ടുണ്ട് ഗായ്സ്. നമുക്ക് മക്കളെ വൈകള് കണ്ടിട്ട് ചടുക്കുന്ന ആളുകൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൈകൾ എന്താണെന്ന് അറിയാത്ത ചിലരുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി ഇങ്ങനെ വഹികളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വഴിയിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ കൂടുതൽ വഴികളൊന്നും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ പോകുന്ന വഴികൾ തന്നെ മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആസ്വദിക്കണം ജീവിതത്തിൽ. ഇങ്ങനെ വീട്ടിൽ മൂടിപ്പൊച്ചിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് കാര്യമില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ളതാണ്. നമ്മൾ കണ്ട കാഴ്ചകളും നമ്മൾ പോകുന്ന വഴികളും മാത്രമേ നമ്മുടെ ലൈഫിൽ ബാക്കി ഉണ്ടാകത്തുള്ളൂ. മാസത്തിലൊരിക്കലെങ്കിലും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടോ ഒരു ട്രിപ്പ് പോകുന്നത് നമ്മുടെ മനസ്സിലേക്ക് നല്ല ഒരു റിലാക്സേഷൻ നൽകുന്നത് തന്നെയാണ്. സകല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ട് പ്രകൃതിയുടെ ദൈവം തരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര അതിമനോഹരം തന്നെയാണ്. അപ്പോൾ ഹലോ ഗൈസ്, നല്ല തണുപ്പ്. നമ്മൾ മൂന്നാർ എത്തിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ സ്ഥലം എന്താ എനിക്കറിയത്തില്ല. ഫോട്ടോ പോയിന്റ് അങ്ങനെ എന്തൊക്കെയോ പറയുന്ന സ്ഥലമാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള പച്ച വിരിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്ന ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള മൂന്നാർ. ഇവിടെ വരുമ്പോഴും ഈ പച്ചപ്പ് കാണുമ്പോഴുണ്ടാവുന്ന മനസ്സിലുണ്ടാകുന്ന കുളിർമ എൻ്റെ പൊന്നോ, അത് ഇവിടെ വന്ന് തന്നെ നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. ഞാൻ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. മൂന്നാറിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് നമ്മൾ മുന്നോട്ട് വട്ടവട റൂട്ടിലോട്ടാണ് പോകുന്നത്. വട്ടവട റൂട്ടിലോട്ട് പോകുന്ന വഴികളിൽ തന്നെ ഇഷ്ടം പോലെ നല്ല അടിപൊളി കാഴ്ചകൾ കാണാനിരിക്കുന്നു. ഞാൻ ഓരോ സ്ഥലപ്പേരുകളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴികളും കാണുന്ന കാഴ്ചകളും അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം സ്ട്രൈറ്റ് റൂട്ട് തന്നെയാണ്. ഇവിടുന്ന് മൂന്നാറിന്ന് വട്ടവടയ്ക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് റൂട്ട് തന്നെയാണ്. അതിൻ്റെ അകത്ത് ആ റൂട്ടിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിച്ചിരുന്നത്. മൂന്നാർ റൂട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വൈബ് തന്നെയാണ് കേട്ടോ. സൂര്യൻ നല്ല ഉദിച്ച് ഏകദേശം 10 മണിയായിട്ട് പോലും ഇവിടെ നല്ലൊരു കൂളിങ് അനുഭവപ്പെടുന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. ചൂട് എന്നുള്ളത് ഇല്ല. നല്ല അടിപൊളി. ഇപ്പോൾ നമ്മൾ ഒരു AC റൂമിൽ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു വൈബ് തന്നെയാണ് മൂന്നാറിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത്. റോഡ് സൈഡിൽ കാണുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വട്ടവട റൂട്ടിലോട്ട് പോവാണ്. അപ്പം അതിൽ കാണുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത് കേട്ടോ. ഓരോ സ്ഥലത്തിനും ഓരോ സ്ഥലപ്പേരുണ്ടെങ്കിൽ പോലും എനിക്കതൊന്നും അറിയാത്തതിനായിട്ട് ഞാനതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് കാണാം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാം, അതൊക്കെ തന്നെയാണ്.
ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് അത്രയേറെ കുളിർമയും മനസ്സിന് അത്രയേറെ സന്തോഷവും നൽകുന്ന മനോഹരമായിട്ടുള്ള റൂട്ടുകൾ തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ഭയങ്കര സമാധാനം നിറഞ്ഞ റൂട്ട് തന്നെയാണ്. ഈ മൂന്നാറിൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് അറിയപ്പെടുന്നത് എന്താ അറിയോ? ഏറ്റവും കൂടുതൽ അവിടെ തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടം കാണുമ്പോൾ തന്നെ ഭയങ്കര നല്ല ഭംഗി നിറഞ്ഞ നല്ല അടിപൊളി കാണാൻ നല്ല രസമായിട്ട് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് കൂടുതലും. പച്ച പുതച്ച് നിൽക്കുന്ന മലമുകളിൽ ഈ തേയിലത്തോട്ടം നിൽക്കുമ്പോൾ കാണാൻ അതിമനോഹരമായ ഒരു ലുക്ക് തന്നെയാണ്. എൻ്റെ പൊന്നോ, തണുപ്പ് സഹിക്കാൻ വയ്യട്ടോ. നല്ല തണുത്ത അന്തരീക്ഷമാണ്. ഇപ്പോൾ തണുപ്പിൻ്റെ സീസണൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം നാട്ടിലൊക്കെ നല്ല ചൂട് പൊള്ളുന്ന ചൂടുള്ള സമയത്ത് പോലും ഇവിടെ ഭയങ്കര തണുപ്പ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം 10-11 മണിയായിട്ട് പോലും ഇവിടെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. സൈഡിലൊക്കെ ഒരുപാട് ചോക്ലേറ്റിൻ്റെയും കണ്ണടങ്ങൾ തുടങ്ങിയ കുറേ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. ബാഗ് ഐറ്റംസുകൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. സീസൺ അല്ലാഞ്ഞിട്ട് പോലും അത്യാവശ്യം നല്ല ആളുകൾ നേരിട്ട് അവിടെ അത്യാവശ്യം ആളുകൾ നന്നായിട്ട് തിക്കും തിരക്കുമായിട്ടുണ്ട്. ഏകദേശം 12 മണിയായിട്ടാണ്. ഈ ടൈമിൽ 12 മണിയായിട്ടും ഒരു AC റൂമിൽ നിൽക്കുന്ന അതേ ഫീലിങ്സ്, ഭയങ്കര കൂളിംഗ് എന്ന് പറഞ്ഞ ഒരു യാത്രയാണ് കേട്ടോ. നട്ടുച്ചക്ക് പോലെ ഏകദേശം 12 മണിക്കൊക്കെ നാട്ടിൽ പൊള്ളുന്ന ചൂടിൽ പോലും ഈ സമയത്ത് ഇവിടെ നല്ല തണുപ്പുണ്ട്. എത്ര ശക്തമായ വെയിൽ വെച്ചിട്ട് പോലും ഒരു AC ഇട്ട ഒരു കൂളിങ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ പറയാം. കൂളിങ് ഇവിടെ ഉണ്ട്, ഒട്ടും തന്നെ ചൂടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇടുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ ഫുള്ള് ഇതൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ട്. എടാ മോനെ, എന്താ കാഴ്ച ഇതൊക്കെ മക്കളെ! അവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. വരിക, കാണാൻ, ആസ്വദിക്കാൻ, പോവുക, ഇതന്നെ.
ഇതിലൊരുപാട് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു. വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എലിഫൻറ്റിൻ്റെ മേലെ കയറിയിട്ട് സവാരി നടത്തുന്നൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അത്ര ഒരു കാണാൻ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതൽ എലിഫൻസിലൊക്കെ കാണുന്നത് കൊണ്ടിട്ട് തന്നെ അത്ര വലിയ വിഷയമാക്കാത്ത രൂപത്തിൽ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ ഈ വന്ന വഴികളിലൊക്കെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. നമ്മൾ തപ്പി നടക്കേണ്ട ഓരോ സ്ഥലങ്ങൾ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സെയിം റൂട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. എൻ്റെ വൈഫാണ് കേട്ടോ ക്യാമറമാൻ ഒത്തി. ഈ റോഡ് നേരെ പോകുന്നത് മാട്ടുപ്പെട്ടി ഡാമൊക്കെ കടന്നുകൊണ്ടൊക്കെയാണ് വട്ടവടി പോകുന്നത്. ഇതാണ് ഗൈസ് മാട്ടുപ്പെട്ടി ഡാമാണിത്. മാട്ടുപ്പെട്ടി ഡാമിലോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി വ്യൂസ്. അങ്ങനത്തെ സംഭവം ഈ വഴികളിലൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. ഊട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിട്ട് എക്കോ പോയിന്റിൻ്റെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഒക്കെ സെയിം റൂട്ടിൽ തന്നെയാണ്. സെയിം റൂട്ടിൽ ഒരുപാട് പിന്നെ മങ്കികൾ കിട്ടാം. കുരങ്ങന്മാർ അവിടെ ആരൊക്കെ കുട്ടികളൊക്കെ കൊടുത്തിട്ട് വാട്ടർ മെലോണൊക്കെ ഇട്ടെടുത്തിട്ട് അതൊക്കെ തിന്നിരിക്കുകയാണ്. കുറേ ആളുകൾ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ പോകുന്ന വഴിയിൽ തന്നെ ഭക്ഷണങ്ങളൊക്കെ ബിരിയാണി, നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ റോഡ് സൈഡിൽ തന്നെ വെക്കുന്നുണ്ട്. നമ്മൾ ഫുഡൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാം. ബിരിയാണിക്ക് 100 രൂപയൊക്കെയാണ് വരുന്നത്. ഗായ്സ്, വലിയ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ സിമ്മ് ഓഫായി എന്നുള്ളതിലാണ്. എയർടെൽ സിമ്മും VI സിമ്മൊന്നും വർക്കാകത്തില്ല. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിട്ട് പോന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർടെൽ സിമ്മും VI സിമ്മൊന്നും വർക്കാകത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വട്ടവട പോകുന്ന തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഏകദേശം പകുതി വഴിയിൽ നിന്ന് അടുത്ത ആളുകൾ പറഞ്ഞ് റേഞ്ച് ഇല്ലാത്ത കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞ് ജിയോ സിം അല്ലെങ്കിൽ BSNL, അതായത് വട്ടവടയിൽ എത്തുന്ന സമയത്ത് BSNLും ഇവിടെ ജിയോ ആണ് സിമ്മാണ് വർക്ക് ചെയ്യലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. മക്കളെ നേരെ വണ്ടി തിരിച്ച് വന്ന വഴിയിലോട്ട് തന്നെ തിരിച്ചു പോയി. കാരണം നമുക്ക് റേഞ്ച് നെറ്റ് അത്യാവശ്യമാണ്. അവിടെ ഒന്ന് വട്ടവടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സിമ്മിൻ്റെ കടകളോ ഷോപ്പുകളോ ഒന്നുമില്ല.
ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് സിമ്മൊക്കെ വേണം. കാരണം ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോഴും സംസാരിക്കാനൊക്കെ സിമ്മ് നിർബന്ധമാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സിമ്മ് BSNL സിമ്മോ ജിയോയുടെ സിമ്മോ കയ്യിലുണ്ടെങ്കിൽ നന്നായിരിക്കും. കയ്യിൽ കരുതേണ്ടത് നല്ലതാണ് വട്ടവട പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഇവിടം വരെയാണ് ഞങ്ങൾ വന്നിവിടെ. അതേപോലെ തന്നെ ഫോട്ടോ പോയി മറ്റേ 20 രൂപക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ വണ്ടി തിരിച്ച് നേരെ മൂന്നാറിലോട്ട് തന്നെ പോവുകയാണ്. അവിടെ പോയിട്ട് നല്ല റൂം നോക്കിയിട്ട് താൽക്കാലികം നല്ല രാത്രി 1:30 വന്നതല്ലേ, താൽക്കാലിക റൂം എടുത്തിട്ട് വിശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നാളെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം എന്നുള്ളൊരു നിലപാടിൽ തിരിച്ചു പോവുകയാണ്. വെറുതെ കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്ന് റൂം എടുത്തിട്ടേ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഉണർന്നപ്പോൾ അതായത് വീട്ടിലത്തെ കോൾ വന്നപ്പോൾ ഉണർന്നപ്പോൾ 9 മണി. ഞാൻ വിചാരിച്ച് നേരം വെളുത്തിട്ട് 9 മണിയായിന്നാ. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലാവുന്നത് രാത്രി 9 മണിയാണ്. ഏകദേശമാണ് റൂമിലെത്തിയത്. ഏകദേശം 4:30 ആ ടൈമിലാണ് റൂമിലെത്തി കിടന്നുറങ്ങി. ഇപ്പോഴാണ് എണീക്കുന്നത്. വൈഫ് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ റൂമിൽ പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണുന്ന റൂം കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് പിന്നെ കാണാം. ഓക്കെ.